ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഹോം മെയ്ഡ് ചിക്കൻ പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പിസ്സ കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്യുന്ന പിസ്സ ആയിരിക്കില്ല മിക്കപ്പോഴും കഴിക്കുക. മിക്കപ്പോഴും നമ്മൾ പുറത്ത് പോയിട്ടായിരിക്കും അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയിട്ടായിരിക്കും പിസ്സ കഴിക്കുക. അപ്പം നമുക്ക് ഇന്ന് അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ എങ്ങനെ പിസ്സ ഉണ്ടാക്കാം എന്നുള്ളതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പിസ്സയുടെ ഡോ തയ്യാറാക്കുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചൂടുവെള്ളം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ചൂടുള്ള പാലെടുത്താൽ കുറച്ചും കൂടിയും സോഫ്റ്റും ടേസ്റ്റി ആയിട്ടും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് പാകത്തിന്, പഞ്ചസാര ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായി കലക്കിയിട്ടൊന്ന് പൊന്താൻ വെച്ചു. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് ഞാൻ മാവ് ഇട്ട് കൊടുക്കുകയാണ്, ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് പാലാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ 3/4 കപ്പ് പാലിന് ഏകദേശം 2 കപ്പോളം ഫ്ലോർ ആവശ്യമുണ്ടാവും. അപ്പോൾ ഈ പാലും അല്ലെങ്കിൽ ചൂടുവെള്ളം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അത് അളന്ന് തന്നെ എടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്ന് റെഡിയായി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു ക്ലിങ് ഫിലിമിൽ പൊതിഞ്ഞ് വെക്കുകയാണ്. അത് അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ മേലെ ഇട്ടിട്ട് കവർ ചെയ്തിട്ട് ചൂടുള്ള ഭാഗത്ത് വെച്ചാലും മതി. അപ്പോൾ ഇത് 1 മണിക്കൂർ ഇങ്ങനെ വെക്കണം പൊതിഞ്ഞിട്ട്. അപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ മാവ് പൊന്തി തുടങ്ങും നന്നായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് ഡബിൾ സൈസായിട്ടുണ്ടാവും 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് ഇങ്ങനെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. നമുക്ക് ടോപ്പിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചത്, സബോള 1, പിന്നെ ക്യാപ്സിക്കം, ടൊമാറ്റോ അരിഞ്ഞത്, പിസ്സ സോസ്, ബ്ലാക്ക് ഒലീവ്സ്, പിന്നെ മൊസറല്ല ചീസ്. ഇവയെല്ലാം നമുക്ക് ടോപ്പിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ പിസ്സ ഡോ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ അത് ഡബിൾ സൈസായി. അപ്പോൾ നമ്മൾ പിസ്സ ട്രേ എടുത്തിട്ട് അതിൽ കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിലേക്ക് ഈ ഡോ ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് സോസ് ഒഴിച്ച് കൊടുത്തു ഒരു ഫോർക്ക് കൊണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി കൊടുക്കുക. അത് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുത്തതിന് ശേഷം സോസ് ഒഴിച്ച് കൊടുത്താലും മതി. അതിനുശേഷം ടോപ്പിങ്സിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എല്ലാനും മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കൻ, ഒനിയൻ, ടൊമാറ്റോ, ക്യാപ്സിക്കം, ബ്ലാക്ക് ഒലീവ്സ്, ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ മേലെ മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിസ്സയ്ക്കുള്ള ടോപ്പിങ്സൊക്കെ നമുക്ക് ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓവനിൽ വെക്കാൻ പോണ്. അപ്പോൾ അതിന് മുൻപ് ഓവന് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിടണം. ഒരു 250 ഡിഗ്രി സെൽഷ്യസിൽ ആദ്യം ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിടണം. അതിനുശേഷം നമ്മൾ ഇത് ഓവനിൽ വെക്കുകയാണ്. അപ്പോൾ ഇതൊരു 10 മുതൽ 12 മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ ക്രസ്റ്റൊക്കെ നല്ല ഗോൾഡൻ ബ്രൗണായി ചീസൊക്കെ മെൽറ്റ് ചെയ്ത് പിസ്സ നമുക്ക് തയ്യാറായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്.